ഹായ് JEE ആസ്പിരൻസ്. അങ്ങനെ നമ്മുടെ JEE 2026 JEE മെയിൻ ഫേസ് 1 എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി 21 തൊട്ട് 28 വരെ നടന്നിരിക്കുന്ന ഈ എക്സാമിനേഷൻസ് ഓരോരുത്തർക്കും ഓരോ ഷിഫ്റ്റിലും പല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഓവറോൾ നമ്മുടെ എക്സാമിനേഷൻ അനലൈസ് ചെയ്താൽ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ഫോർമാറ്റിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അപ്പിയർ ചെയ്തിട്ടുണ്ട്. നൗ ടോക്കിംഗ് അബൌട്ട് മാത്തമാറ്റിക്സ് PYQ ബേസ്ഡ് ആയിട്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ആൻഡ് റിലേറ്റീവ്ലി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഈസി ആയിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് ടൈം കൺസ്യൂമിങ് വെരി ലെങ്തി ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായി തോന്നിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനിലൂടെ കടന്നുപോയിരിക്കുന്നത്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലേക്ക് വന്ന ഫിസിക്സ് ഇറ്റ് വാസ് ഈസി. വളരെ ഈസിയാണെന്ന് പറയാൻ കഴിയില്ല. മോഡറേറ്റ് ടു ടഫ് ലെവലായിട്ട് നമുക്ക് ഫിസിക്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ആൻഡ് ഹെവി കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആവശ്യമായിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മളിനി സെക്കൻഡ് ഫേസിലേക്ക് പോകുന്ന സമയത്തും ഫിസിക്സിൽ ജസ്റ്റ് ഇക്വേഷൻസ് വെച്ചുകൊണ്ട് പോയി എഴുതാം എന്ന് വിചാരിക്കരുത്. സർഫേസ് ലെവൽ ഈസ് നോട്ട് ഇനഫ്. യു നീഡ് ഇൻ ഡെപ്ത് നോളജ്. സോ ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന ദാറ്റ് ഈസ് എ നേച്ചർ ഓഫ് ഫിസിക്സ് സബ്ജക്ട്. അത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോയിരിക്കുന്നത്. അതൊന്നുകൂടി നമ്മളെ ബോധിപ്പിക്കുന്ന എക്സാമിനേഷൻ ആയിരുന്നു ഫിസിക്സിൻ്റെ പേപ്പേഴ്സിൽ കണ്ടത്. കമ്മിങ് ടു കെമിസ്ട്രിയിൽ ഓർഗാനിക് ആസ് യൂഷ്വൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ്. ബട്ട് എപ്പോഴും കുട്ടികൾ ഇഗ്നോർ ചെയ്യുന്ന ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അനലിറ്റിക്കൽ കെമിസ്ട്രി നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ചാപ്റ്ററാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എക്സാമിനേഷൻ തന്നെയാണ്. ആൻഡ് കമ്മിങ് ടു ഫിസിക്കൽ കെമിസ്ട്രി, നമുക്ക് കുറേ കൂടിയൊക്കെ കാൽക്കുലേഷൻസ് ആവശ്യമുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ കാണാം. അപ്പോൾ ഓവറോൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുക്കുമ്പോഴേക്ക് 3 hours എക്സാമിനേഷൻ ഇറ്റ് വാസ് ആക്ച്വലി വെരി ടൈം കൺസ്യൂമിങ് എന്നുള്ള ജനറൽ അഭിപ്രായം നമുക്ക് കുട്ടികളുടെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ദർ ഈസ് നോ നീഡ് ടു വറി. കാരണം ഫസ്റ്റ് ഫേസ് എന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റിംഗ് കൂടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലുണ്ടാവണം. സോ കഴിഞ്ഞു പോയിരിക്കുന്ന എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ പേഴ്സൺ ടു പേഴ്സൺ സംഭവിച്ചെന്നുള്ളതിൻ്റെ ഒരു ഇവാലുവേഷൻ സെൽഫായിട്ട് എല്ലാവരും നടത്തണം. ബിക്കോസ് കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാനത് പ്രീവിയസ് പാറ്റേണിൽ കണ്ടിരിക്കുന്ന ഒരു ചോദ്യമല്ല. ആൻഡ് ഐ വാസ് വെരി നെർവസ് എന്ന് പറഞ്ഞ് പിന്നീടുള്ള ചോദ്യങ്ങൾ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എക്സാം എൻസൈറ്റി വന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ലെങ്തി ക്വസ്റ്റ്യൻസ് വരുന്നപ്പോൾ അതിനെ നിങ്ങൾക്ക് പേഷ്യൻസോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇതൊക്കെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ആണ്. സോ നൗ ഇറ്റ് ഈസ് എ ടൈം ടു റെക്ടിഫൈ. ബിക്കോസ് നമുക്കിനി അടുത്ത 60 ദിവസം കൊണ്ട് നമ്മുടെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ വരികയാണ്. ഫോക്കസ്. കാരണം കഴിഞ്ഞുപോയ എക്സാമിനേഷനെ പറ്റി ആലോചിച്ച് വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്, എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക എന്നുള്ളതൊന്നും ആലോചിച്ചിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ബിക്കോസ് ദിസ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. യു ഗോട്ട് മോർ എക്സാംസ് ടു റൈറ്റ്. നമുക്ക് സെക്കൻഡ് ഫേസും JEE അഡ്വാൻസ്ഡ് ഒക്കെ എഴുതാനുള്ളതാണ്. ഇനി വരുന്ന എല്ലാ ദിവസവും നമുക്ക് വീണ്ടും പഴയ അതേ ഋതത്തിലൂടെ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ പോയാൽ മാത്രമേ കാര്യമുള്ളൂ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എങ്ങനെയൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ തൊട്ടാണ് നിങ്ങൾ സെക്കൻഡ് ഫേസിൻ്റെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദി ആൻസർ ഈസ് നൗ ഇറ്റ് സെൽഫ്. എപ്പോഴാണോ നമ്മുടെ എക്സാമിനേഷൻ കഴിയുന്നത് ആ സമയം തൊട്ട് അടുത്ത എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ വരുന്ന റിസൾട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. അപ്പോഴത്തേക്കും അത്രയും ദിവസം നമുക്ക് മിസ്സായി പോവുകയാണ്. സോ ലെറ്റ് us കണ്ടിന്യൂ ദ റിവിഷൻ. നമ്മൾ ഫസ്റ്റ് ഫേസിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പലർക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. യു കംപ്ലീറ്റ് ദ സിലബസ് നൗ. കാരണം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗത്തു നിന്ന് മാത്രമാണ് ചോദ്യം വരിക എന്ന് പറയുന്നതിന് കാര്യമില്ല. ക്വസ്റ്റ്യൻ ക്യാൻ ബി ഫ്രം എനിവെയർ. നമ്മുടെ സിലബസിൽ ഏത് ഭാഗത്തു നിന്നും വരാം. ആകെ നമുക്ക് അഷ്വർ ചെയ്യാൻ കഴിയുന്നത് വെൻ യു ആർ സ്റ്റഡിങ് വൺ ചാപ്റ്റർ, സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. വളരെ ഡെപ്തായിട്ട് അത് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ടൈം ബൗണ്ടഡ് ആയിട്ട് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി സിലബസ് കംപ്ലീഷൻ തന്നെയാണ്. നേരത്തെ കെമിസ്ട്രിയുടെ ഒക്കെ കേസിൽ ഇനോർഗാനിക്കിലൊക്കെ ഒരുപാട് ഓർഡേഴ്സ്, അത് കുത്തിയിരുന്ന് പഠിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്ന മക്കളോട് പറയാനുള്ളത് കുത്തിയിരുന്ന് തന്നെ പഠിക്കണം. ബിക്കോസ് ദർ ഈസ് നോ അതർ വേ ടു സ്റ്റഡി ഇറ്റ്. ഓക്കെ, നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും പലരും ചെയ്യുന്നത് യു നോ ദ ഇക്വേഷൻസ്, യു നോ ഹൗ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു നോ ദ സ്റ്റെപ്പ്, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്,
ദാറ്റ് യു ഷുഡ് ഡു ഈസ് എപ്പോഴാണോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതിൻ്റെ ഫൈനൽ ആൻസർ വരെ കംപ്ലീറ്റ് ചെയ്യണം. അല്ലാതെ ഈസ് ഈക്വൽ ടു HC/λ ഞാൻ ഈ ഇക്വേഷൻ അവിടെ എക്സാമിനേഷൻ ഹാളിൽ പോയി അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കരുത്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. കാരണം ഫിസിക്കൽ കെമിസ്ട്രിന്നൊക്കെ ഉള്ളത് കാൽക്കുലേഷൻ കുറച്ചുകൂടി നല്ല ടൈറ്റ് ആവുന്ന ചോദ്യങ്ങൾ നമുക്ക് പല ഷിഫ്റ്റിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി സിലബസ്, അല്ലെങ്കിൽ സിലബസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, മുഴുവനായി റിവൈസ് ചെയ്യാന്നല്ല, നമുക്ക് ഫസ്റ്റ് ഫേസിൽ തന്നെ നമ്മുടെ റിവിഷൻ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് യു സ്റ്റാർട്ട് ഡൂയിങ് ദ മോക്ക് എക്സാം. എല്ലാ ദിവസവും മോക്ക് എക്സാം എഴുതണമെന്നല്ല, ബട്ട് അറ്റ് എ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു റൈറ്റ് ദി മോക്ക് എക്സാം. അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് കിട്ടില്ല. മോക്ക് എക്സാമിനേഷനിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റുകൾ എഴുതി ശീലിച്ചാൽ മാത്രമേ ആ 3 hours വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 3 hours ഫിസിക്സിന് മാത്രം ഓർ കെമിസ്ട്രിക്ക് മാത്രം ഓർ മാത്സിന് മാത്രം കൊടുക്കുന്ന രീതിയല്ല ഇനി അങ്ങോട്ട് ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈംസിൽ നമ്മൾ മോക്ക് എക്സാമിനേഷൻ ഫുൾ സിലബസിൻ്റെത് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ റിവിഷൻ പലപ്പോഴും നമുക്ക് പല ഇക്വേഷൻസ്, പല ഓർഡേഴ്സ് ഒക്കെ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. കണ്ടിന്യൂസ് റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്ക് നേരത്തെ നമ്മുടെ കയ്യിലുള്ള മൈൻഡ് മാപ്സും ഷോർട്ട് നോട്ട്സും ഒക്കെ വെച്ച് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം പറഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. മാത്സിൻ്റെ കേസിൽ ഡു ദ PYQs, ഡീറ്റെയിൽ ആയി PYQs ചെയ്യുക. അതിനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾക്ക് ഏറെക്കുറെ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ബട്ട് മാത്സ് നന്നായി സ്പീഡിൽ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ടൈം നിങ്ങൾക്ക് എഫക്റ്റീവായി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്സിലേക്ക് വരുമ്പോൾ PYQs ചെയ്യണം, ബട്ട് കോൺസെപ്റ്റ് ബിൽഡിങ്ങിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് ഫിസിക്സ് നമ്മുടെ കയ്യിലാക്കേണ്ടതുണ്ട്. കെമിസ്ട്രിയിൽ ഇറ്റ് വാസ് ഈസി എക്സാം ബട്ട് വെരി ട്രിക്കി ആണ്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യണം, കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിക്കുക. സോ ഇനി ആരും വൈകിക്കരുത്, നമുക്കിപ്പോൾ തന്നെ തുടങ്ങണം. നമ്മുടെ യാത്ര ആരംഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ലെറ്റ്സ് കണ്ടിന്യൂ ദ റിവിഷൻ, ലെറ്റ്സ് കണ്ടിന്യൂ പ്രാക്ടീസിങ് മാക്സിമം ക്വസ്റ്റ്യൻസ്. അങ്ങനെ സെക്കൻഡ് ഫേസിൽ ഏപ്രിലിൽ നടക്കാൻ പോകുന്ന സെക്കൻഡ് JE മെയിൻ്റെ ഫേസിലേക്ക് ഏറ്റവും നല്ല പെർസെൻറ്റേജിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ.